അതെ, ഇന്ന് നമ്മൾ ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കറിയും ഒരു തോരനും അതുപോലെ തന്നെ ഒരു ഫ്രൈയും ആണ് കേട്ടോ. സോയാബീൻ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നവമി ആയതുകൊണ്ട് 10 ദിവസത്തേക്ക് ഇനി മീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പച്ചക്കറികൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു തക്കാളിയാണ് കേട്ടോ. അത് രണ്ടും സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണുള്ളത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒറ്റ വിസിലിനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറിയ ജീരകവുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതേ രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഒരു അരപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്നും മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള എരിവോ ഉപ്പോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കളറുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറവ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന തക്കാളിയും ഉരുളക്കിഴങ്ങും കറിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇതിലൊന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ തോരൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രൊക്കോളിയിലേക്ക് ഒരു ചെറിയ പീസ് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി ഇടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 6-7 മിനിറ്റ് അത്രേ വേണ്ടൂ. നമ്മളിത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി സോയാബീനാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള സോയാബീനാണ്. അപ്പോൾ അത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇടയ്ക്കൊന്ന്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തോരൻ ഇത്തിരിയും കൂടി വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് വരെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കറിയും തോരനൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ദാ നമ്മുടെ ഒരു ഫ്രൈ ഒരു 10 മിനിറ്റ് അത്രയും വേണ്ടൂ, അപ്പോഴേക്കും ദാ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സോയാബീൻ ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്